ഹലോ എവ്രി വൺ. ഈ ചിരിച്ചോണ്ട് വീഡിയോ എടുക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പേര് ശരണ്യ, ഓൾസോ നോൺ ആസ് കുക്കു. എൻ്റെ കൂടെ ഈ വരുന്ന ആളാണ് ഞാൻ ആച്ചു എന്ന് വിളിക്കുന്ന മിസ്റ്റർ ആദർശ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പോവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും യാത്ര പോവല്ലേ, കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടല്ലോ, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഇരിക്കുന്നു അറിയാനൊരാഗ്രഹം. അപ്പം അങ്ങനെ തുടങ്ങിയതാണ് ഈ ചാനൽ. ഈ ചാനലിൻ്റെ പേരാണ് മീ ടൈം വിത്ത് കുക്കു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കൂടുതലായിട്ടും യാത്രകളെ പറ്റിയുള്ള വീഡിയോസും പിന്നെ അതുകൂടാതെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചാനലുണ്ട്. അത് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ യാത്ര പോവുകയാണെന്ന്. അപ്പം ഇക്കൊല്ലത്തെ, അതായത് ഞങ്ങൾ എല്ലാ വർഷവും വെക്കേഷൻ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പം ഇക്കൊല്ലത്തെ ഞങ്ങളെ വെക്കേഷൻ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ കംബോഡിയയാണ് പോകുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റ്, ബാംഗ്ലൂർ ടു ബാങ്കോക്ക്, പിന്നെ അവിടെ കുറച്ച് ലേ ഓവർ, അത് കഴിഞ്ഞിട്ട് നേരെ കംബോഡിയയിലെ നോംഫെ എന്ന് പറഞ്ഞാൽ കംബോഡിയൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ നേരെ ബാംഗ്ലൂർ ടെർമിനൽ 2 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് കംബോഡിയ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന സ്ഥലങ്ങൾ കുറച്ച് ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻസ് ആണ്. ഞങ്ങൾ ഭയങ്കര ഇങ്ങനെ ജില്ലായിട്ടുള്ള സ്ഥലത്തിനേക്കാളും കുറച്ച് ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഹണിമൂൺ പ്ലാൻ ചെയ്തത് കംബോഡിയ ആയിരുന്നു, പിന്നെ അത് വിയറ്റ്നാം ആക്കി. പിന്നെ അപ്പോൾ തോന്നി പിന്നെ ഇപ്പോൾ പോവാം, കംബോഡിയക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിനാണ് നമ്മൾ കംബോഡിയ ചൂസ് ചെയ്തത്. കുറേ പേര് നമ്മളോട് ചോദിച്ചിന്, കംബോഡിയോ അതെവിടെയാ, നിങ്ങളെന്താ ഇങ്ങനെ ആരും കേൾക്കാത്ത സ്ഥലത്തേക്കെല്ലാം പോകുന്നത്? കഴിഞ്ഞ പ്രാവശ്യം അസർബൈജാൻ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ എയർ ഏഷ്യ ഫ്ലൈറ്റിലാണ് പോകുന്നത്. നോക്കിയപ്പോഴാണ് ഡിലേഡ് ബൈ 20 minutes. എയർപോർട്ടിലെ മെയിൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകണം. നിങ്ങൾ വൈകുന്നേരം 6 മണിക്ക് ഇറങ്ങിയതാണ് റൂമിൽ നിന്ന്. അതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങൾ KFC തപ്പി നടക്കുകയായിരുന്നു. കാരണം എയർപോർട്ടിലെ സ്ഥിരം ഫുഡ് സ്പോട്ട് KFC ആണ് ഞങ്ങൾ. പക്ഷേ പിന്നീടാണ് സത്യം മനസ്സിലായത്, ടെർമിനൽ 2 KFC ഇല്ല ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്ഥലം തപ്പണം. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് കണ്ടത്, നല്ല കളർഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം കഥകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ മലയാളി റെസ്റ്റോറൻ്റ് ആണോ എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ ഞാനും ബട്ടർ ചിക്കനും കഴിച്ചു, ആച്ചൊരു ബിരിയാണി കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു, അതുകൊണ്ട് ബിരിയാണി തട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഫ്ലൈറ്റ് ഓൾറെഡി പിന്നെയും ഡിലേ ആയിട്ടോ, അത് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നല്ല ലേറ്റാണ്, അതുകൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇനി ടേക്ക് ഓഫ്, ലാൻഡിങ് മുതലായ സ്ഥിരം പരിപാടികളൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം കയറിയതേ ഓർമ്മയില്ല ടേഷ്, അപ്പം തന്നെ ഞങ്ങൾ കടന്നുറങ്ങി. ഇതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നതാണ് സുപ്രഭാതം ഫ്രം ബാങ്കോക്ക്. നല്ലൊരു സൺറൈസാണ്. ഞങ്ങൾ ഇങ്ങനെ അടുത്ത ഗേറ്റിലേക്ക് നടക്കുമ്പോഴാണ് സൈഡിൽ ഈ ഒരു കാഴ്ച കണ്ടു. നല്ല രസമുണ്ടല്ലേ, നല്ല കളർഫുള്ളായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ ഗേറ്റിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ബാങ്കോക്കിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ബാങ്കോക്ക് എയർപോർട്ടിനുള്ള നമ്മളെ ഗേറ്റ് നമ്പർ 26. അപ്പോൾ അതിലേക്ക് നമ്മൾ നടക്കുകയാണ്. സമയം ഇപ്പോൾ 7:10 നമ്മൾ ഫ്ലൈറ്റ്. 1 മണിക്കൂർ സമയമുണ്ട്, പക്ഷേ അധികം സമയമൊന്നുമില്ല. ഇവിടെ കറങ്ങിയാക്കാനൊന്നും സമയമില്ല. ആക്ച്വലി നമ്മൾ മുന്നത്തെ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് സമയം കിട്ടും. ഞാൻ വെച്ച് ഇവിടെ എത്തിയാൽ കുറേ കറങ്ങി നടക്കാം. ഇവിടെ നല്ല ഷോപ്സൊക്കെ ഉണ്ട്. ഒന്നും വാങ്ങൂലെങ്കിലും വെറുതെ ഒന്ന് കറങ്ങി നടക്കാമെന്നൊക്കെ വിചാരിച്ചു. സമ്മതിക്കൂല എയർ ഏഷ്യ, ലേറ്റ് 1.5 മണിക്കൂർ. അതിൻ്റെ അടുക്ക് വേറൊരു സംഭവം ഉണ്ടായി, ഞാൻ പറയാം. ഞങ്ങളെ ചെക്കിൻ ചെയ്യുമ്പോൾ ചെക്കിനല്ല, എന്താണ് സെക്യൂരിറ്റി ചെക്ക് കഴിയുമ്പോൾ അത് നല്ല 2-3 സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ട് സ്റ്റാഫ്. നല്ല ചേച്ചാണ് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അവർ പണിയെടുക്കുന്നത്. അപ്പോൾ പക്ഷെ അവർ ഫേസ് വാഷും പിന്നെ എന്തൊരു മോയ്സ്ചറൈസറും അകത്തേക്ക് വിട്ടിട്ടില്ല. അതിൻ്റെ ക്വാണ്ടിറ്റി 100 ml കൂടുതലുള്ള ഐറ്റംസ് ഒന്നും. എൻ്റെ ബോഡി വാഷിൻ്റെ മോയ്സ്ചറൈസർ ആയിരുന്നു. എന്തിൻ്റെ കാണാതെ ഇങ്ങോട്ട് കൊണ്ട് ഇവിടുന്ന് വേറെ മേടിച്ചാൽ മതിയായിരുന്നു. അത് വലിയ ഡബ്ബ. ഞാൻ പിന്നെ ഇനി ചെറുതിന് ആദ്യം വാങ്ങണ്ടേ, മടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിക്കാണ്ടെന്ന്. അതവർ കൊണ്ടുവന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇത് ഇവിടെ പറ്റില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് എടുത്ത് ഡസ്റ്റ്ബിന്നിലിട്ട്. പിന്നെ എൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ട്, ഞാൻ ക്ഷണിച്ചു, അത് കുഴപ്പമില്ല. പക്ഷെ മോയ്സ്ചറൈസർ അത് പോയി, മക്കളെ പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ബാങ്കോക്കിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കുക, 100 ml മുകളിലുള്ള ഒരു ക്രീം പ്രൊഡക്ട്സ് നിങ്ങൾ കൊണ്ടുവരരുത്. ഓക്കെ, അത് പറയാനാണ് ഞാൻ ഈ രാവിലെ തന്നെ വീഡിയോ എടുത്തത്.
ശരി, നല്ലൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ് എല്ലാവർക്കും നേരുന്നു. നമുക്ക് നേരെ നമ്മളെ ഗേറ്റിലേക്ക് പോവാം കേട്ടോ. പിന്നെ ഈ സ്ഥലം കണ്ടപ്പോൾ ഓർമ്മ വന്നെ, ഞങ്ങൾ ഇതിന് മുന്നേ ഈ എയർപോർട്ടിൽ വന്നത് 4 കൊല്ലം മുന്നേ ഞങ്ങളെ ഹണിമൂണിന് വിയറ്റ്നാം പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്നൊരു ചായ കുടിച്ചിന്, ഈ ഗ്ലോറിയ ജീൻസ് കോഫി ഷോപ്പ് എന്നൊരു ചായ കുടിച്ചിന്. നാവൊക്കെ പൊള്ളി ആകെ പണ്ടാരടങ്ങിയത്. അപ്പോൾ ഞാൻ ഇതിലൂടെ നടക്കുമ്പോൾ ഇതെവിടെയോ കണ്ട സ്ഥലമാണല്ലോ എന്നിങ്ങനെ ഓർത്ത്. അതെ, ഈ കോഫി ഷോപ്പ് കുറേ സ്നാക്സ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടുന്നാണ് ആ നാവ് പൊള്ളിയ ഓർമ്മ പെട്ടെന്ന് കണ്ടപ്പോഴാണ് ഓർത്ത്. ഇതാ ഷോപ്പല്ലേ, നല്ല തിരക്കാണല്ലോ. ആദർശം അവിടെ, ഇയാളിത് അങ്ങോട്ടേ ഓടുന്നേ. അവിടെ ഞാൻ ഫോട്ടോ കേട്ടോ, അതാ പെട്ടെന്ന് നല്ല ഓടുന്നുണ്ട്. അങ്ങോട്ടാണോ എന്തോ, പോട്ടെ. അങ്ങനെ നമ്മളെ സ്ഥലത്തെത്തി, കംബോഡിയയിലെത്തി. ഇപ്പോൾ ഇമിഗ്രേഷനും കഴിഞ്ഞിട്ട് എത്തുകയാണ്. 1.5-2 മണിക്കൂറായി ഇമിഗ്രേഷനിൽ എടുത്തത്. അപ്പോൾ അത് ഇന്ത്യൻസിനെയും പാകിസ്ഥാൻസിനെയും മാത്രമേ വെക്കുള്ളൂ, ബാക്കിയുള്ളവരുടെ ടേ എന്നിട്ട് വിടുന്നത്. എന്ത് കഥ എന്നിങ്ങനെ അറിയില്ല, എന്തോ നമുക്ക് പിന്നെ എന്ത് സംഗതിന്ന് അറിയില്ല. ആക്ച്വലി ഇല്ലേ, നമുക്ക് ബാംഗ്ലൂരിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ബാംഗ്ലൂർ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് മറ്റേ ഡ്യൂട്ടി ഓഫീസേഴ്സിൻ്റെ അടുത്ത് വിട്ട് ഞങ്ങൾ ടീച്ചർ എന്തിപ്പോൾ അത് സംഗതി ചെയ്ത്. അപ്പോൾ ആടെ എത്തിച്ചാൽ നിങ്ങൾ കംബോഡിയക്ക് പോകുന്നതല്ലേ, അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച്. കംബോഡിയയിൽ പോയ കുറേ പേര് ജോബ് അന്വേഷിച്ചിട്ടൊക്കെ പോയിട്ട് അവരവിടെ പെട്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോയതല്ലല്ലോ, നിങ്ങൾ ടൂറിസത്തിന് തന്നെ അല്ലേ പോകുന്നതെന്നൊക്കെ ചോദിച്ച് അതെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇവിടെ കണ്ടത്. ഇവിടെ 1.5-2 മണിക്കൂർ നമ്മളെ പിടിച്ചു നിർത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു മലയാളിനും പരിചയപ്പെട്ട്, പിന്നെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഏത് സ്ഥലം എന്നറിയില്ല, പരിചയപ്പെടില്ല. ആ ചേച്ചിക്ക് ഇറിറ്റേഷനായിട്ട് ഞാൻ എത്രയെല്ലാം സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. മറ്റേ മലയാളി ചേച്ചിയാണെങ്കിൽ ആ ചേച്ചിയുടെ മോള് ഇവിടെയുള്ള സെറ്റിൽഡ്. അപ്പം ഞാനിത് എത്രാമത്തെ പ്രാവശ്യം ഇവിടെ കംബോഡിയയിലിരുന്ന് ഇതുവരെ എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. സംഭവം ഇവിടെ എന്തോ സീരിയസ് ആയിട്ട് ഇന്ത്യൻസിന് എന്തോ തട്ടിപ്പ്, ഒന്നെങ്കിൽ അവരെന്തോ ഇവിടെ ഒപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിവിടെ പെട്ടു എടുക്കണം, അങ്ങനെ എന്തോ സീനുണ്ട്. ഇന്റർനാഷണലി എന്തോ സീനുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ടാണ് വിട്ടോ. നമ്മൾ രണ്ടോട് കപ്പിളാണോ ചോദിച്ചു, ഞങ്ങളെ കല്യാണ ഫോട്ടോ ഒക്കെ ചോദിച്ചു. കല്യാണ ഫോട്ടോ ഏതോ ഗുദാബിലുണ്ടായിരുന്നു, അതൊക്കെ തപ്പിയെടുത്ത് നമ്മൾ ഫോട്ടോ കിട്ടിയിട്ട് നമ്മളെ കല്യാണ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടായിരുന്നു. പിന്നെ എല്ലാ ഡീറ്റെയിൽസിൻ്റെ അവരെ ഫോണിലും ഫോട്ടോ എടുക്കുന്നു. ഞങ്ങളെ ഫോട്ടോ, നമ്മളെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ, ടിക്കറ്റിൻ്റെ ഫോട്ടോ, ഈ വിസ, അത് ഇത് ചക്കമാങ്ങ തേങ്ങ എല്ലാത്തിനും ഫോട്ടോസും അവരെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കംബോഡിയയിൽ ലാൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മളെ ചെക്ക് ഇൻ ടൈം, നമ്മളെ ഹോട്ടലിൽ ചെക്ക് ഇൻ ടൈം ഉച്ചയൊക്കെ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടുന്ന് ഫ്രഷ് ആവാം, ഡ്രസ്സ് മാറ്റുന്ന നമുക്ക് നോക്കാം. അഥവാ നമുക്കൊരു ചാൻസ് കിട്ടി നമ്മൾ ഹോട്ടലിൽ തന്നെ ഡ്രസ്സ് മാറ്റും. ഇവിടുന്ന് ഡ്രസ്സൊന്നും മാറ്റുന്നില്ല, ജസ്റ്റ് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് പുറത്തിറങ്ങിയിട്ട് ക്യാബൊക്കെ പിടിച്ച് ഹോട്ടലിൽ പോവാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദർശ് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വന്ന് ഞാൻ പിന്നെ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഞാൻ കൂടി ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കറൻസി മാറ്റണം. അപ്പോൾ കറൻസി നമുക്ക് ഇവിടെ US$ അക്സെപ്റ്റബിൾ ആണ്, പക്ഷേ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇവിടുത്തെ ക്യാഷും കൂടി എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെയുള്ള സ്ഥലത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷിൻ്റെ പറയുകയാണെങ്കിൽ 1 ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് 50 റിയൽ, RIEL റിയലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ നമ്മൾ എടുത്തു. അപ്പോൾ ക്യാഷ് ഇപ്പോൾ കാണിക്കാൻ ഒരു മിനിറ്റ്, ഞാൻ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ കംബോഡിയയിലെ കറൻസി. അപ്പോൾ ഇത് നമ്മൾ സേഫ്റ്റിക്ക് വാങ്ങിയതേ ഉള്ളൂ. $, ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതും കൂടി വാങ്ങിയത്. അപ്പോൾ കറൻസി റെഡി. നെക്സ്റ്റ് നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്തത്, ഡോളർ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സിം എടുക്കണം. നമ്മൾ സിം എടുക്കുന്നു, പിന്നെ നമ്മൾ ഗ്രാബ് വഴി ക്യാബ് ബുക്ക് ചെയ്യുന്നു, ഹോട്ടലിൽ പോകുന്നു, ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല മിസ്റ്റർ ആദർശ്, എന്തെങ്കിലും പറയൂ, ക്ഷീണിച്ചോ? ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇമിഗ്രേഷൻ എക്സ്പീരിയൻസ്? പറയൂ, പറ. എന്തിനാണ് ഇങ്ങനെ ക്ഷീണിച്ച ആവശ്യമായിരിക്കുകയാണ്.
ഓക്കെ, നമ്മൾ എയർപോർട്ടിന് പുറത്തെത്തി. ആരുമില്ല, നമ്മളെ നെയിം ബോർഡും വെച്ച് കത്തിട്ട് സാരല്ല, എന്തെങ്കിലും സെലിബ്രിറ്റി ആകുമ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. ഓക്കെ, സിം എടുക്കണം. എവിടെ സിം കിട്ടും? അതിവിടെ ഗ്രാബ് യുവർ സിം കാർഡ് ഹിയർ എന്നൊക്കെ കാണുന്നുണ്ട്. സോറി, വീഡിയോൻ്റെ അടുത്ത് കട്ടായിട്ട്. ഗ്രാബ് യുവർ സിം കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട് ഇവിടെ. ഇങ്ങോട്ടേക്ക് കാണുമെന്ന് ആദർശനത്തേക്ക് നടക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ നമ്മളെ കൂട്ടത്തിൽ ഉത്തരവാദിത്തമുള്ളത് അവനാണ്. കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ വർക്ക്. ഓക്കെ, നമ്മൾ സിമ്മ് കിട്ടുമോ നോക്കട്ടെ. റെഡ് കളർ ഇവിടെ കൊണ്ടുപോകുന്നു. 2-3 ഉണ്ട് കേട്ടോ. 4G ഉണ്ട്. ട്രാവൽ 2-3 ഷോപ്പുണ്ട്. എല്ലായിടത്തും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. നമ്മളൊന്ന് എടുത്തു നോക്കട്ടെ. ഇന്റർനെറ്റ് റേറ്റ് നമ്മ ഏതെടുത്ത 7 ഡേയ്സിന്റെ പാക്കേജ് നമ്മളെടുത്തു. ഈ ചേച്ചി ഇവന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സിമ്മൊക്കെ എടുത്ത് ഇനി നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ നമ്മൾ നാട്ടിൽ ഊബർ ഓല പോലത്തെ സംഭവമില്ലേ, അതുപോലെ ഇവിടെ കംബോഡിയയിലുള്ളതാണ് ഗ്രാബ്. അപ്പോൾ ഗ്രാബ് നമുക്ക് ആപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ പിക്കപ്പ് പോയിന്റ് ഉണ്ട് ഗ്രാബ്. നമ്മൾ നാട്ടിലെ പോലെ ഉണ്ട്. ഇപ്പോൾ ഊബർ പോലെയാണെങ്കിൽ എയർപോർട്ടിൽ നമുക്കൊരു അതിന് തന്നെ ആയിട്ടൊരു പിക്കപ്പ് പോയിന്റ്സ് ഉണ്ടാവില്ലേ, ആടത്തേക്ക് നമ്മൾ ഫസ്റ്റ് പോകും. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ചു ആടെ പോയിട്ട് ആടെ ബുക്ക് ചെയ്യാന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എവിടെയാണെന്ന്. വണ്ടി ഒന്നും തട്ടാതെ ക്രോസ് ചെയ്യുക. ലോങ്ങിൽ കാണുന്നതാണ്ടോ പച്ച സംഭവം, അതാണ് ഗ്രാബ്. അപ്പോൾ നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ആൾക്കാർ വരും കേട്ടോ നമ്മളോട് വണ്ടി വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഗ്രാബ് എടുക്കുന്നത് ഏറ്റവും നല്ല ഓപ്ഷൻ. മറ്റേന് നല്ല റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ അവർ സ്കാമും ആവാനും ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ആൾക്കാർ കുറേ പേര് അതിശയം കിടന്ന് പൊതിയുന്നുണ്ട്. അയ്യോ, നല്ല വെയിൽ, നല്ല ട്രോഫിക്. നമ്മുടെ നാട്ടിൽ സെയിം ക്ലൈമറ്റാണ് വരും. അപ്പം ഞങ്ങൾ പോട്ടെ. അകമ്പത്ത് ക്ഷീണിച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റം. അയ്യോ, ഇവിടെ ഓട്ടോ തന്നെയാണോ? ഓട്ടോ അല്ല വേണ്ടേ, നമുക്ക് ഈ സാധനമാണ്. കിട്ടുമോ? ഇല്ല, നമുക്ക് ഈ ഓട്ടോ ആണ് കിട്ടിയത്. പക്ഷെ നാട്ടിലേക്കാളും വലിയ കേട്ടോ ഓട്ടോ. ഈ ചേട്ടനാണ് നമ്മളെ സാരഥി. ഹോട്ടലിലേക്ക് പോവാം. ക്ഷീണിച്ച് അവശരായ 2 ഇന്ത്യൻ യാത്രികർ. ഈശ്വരാ ഭഗവാനെ, ഹോട്ടലിൽ നമുക്ക് അക്കോമഡേഷൻ തരണേ, ഏതെങ്കിലും റൂം ഫ്രീ ഉണ്ടാവണേ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. പുറത്തത്തെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. നല്ല ഭംഗിയുണ്ടല്ലേ പുറത്തുനിന്നാണ്. റൂമെല്ലാം നല്ല സൗകര്യം ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ ഈശ്വര ഭഗവാനെ റൂം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് ഞാൻ അങ്ങോട്ട് കയറുകയാണ്. മെല്ലെ മന്ദം അകത്തേക്ക് പോവാം. ഇതാരാണോ? ബുദ്ധനും ഞാൻ തോന്നുന്നു. ബുദ്ധൻ്റെ വേറൊരു പ്രതിമ. പക്ഷെ ഞാൻ ഇതൊരു 2-3 കയ്യിലുള്ള ബുദ്ധനെ കണ്ടിട്ട്. ഹായ്, ഗണപതിയുണ്ട്, ബുദ്ധനുണ്ട്. ഞാൻ എൻ്റെ ഇൻറ്റീരിയർ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അടുത്ത ലൈറ്റ് ഇതൊക്കെ കണ്ട്. ആക്ച്വലി ടി വിയിൽ മൊബൈലിൽ കാണുന്നതിനേക്കാളും അടിപൊളിയാണ് നേരിട്ട് കാണാൻ. ആച്ചു നമുക്കിപ്പോൾ റൂം കിട്ടുമോ ഇല്ലയോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് റിസപ്ഷനിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. അത്രയും രസമുണ്ട് ഇവിടെ കാണാൻ. നല്ല ഫോട്ടോകളൊക്കെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇതിനേക്കാളും രസമാണ് ഇവിടെ കാണാൻ. ഭയങ്കര ആ ലൈറ്റിംഗ് ഇല്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു വാം ലൈറ്റ്സ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. യെസ്, സക്സസ്ഫുള്ളി നമുക്ക് റൂം കിട്ടി ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ റൂം. ഞങ്ങൾ റൂം പോയി നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ട് പോയി. ഞങ്ങൾ ബാഗൊക്കെ വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഓക്കെ റൂം വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഒന്നും കൂടി ബാഗ് പുറത്തേക്ക് പോയിട്ട് വീണ്ടും കയറി വന്നിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. ഒരു സോഫയുണ്ട്, കണ്ണാടിയുണ്ട്,
നല്ല റൂമാ, നല്ല രസമുണ്ട്, അത്യാവശ്യം സൗകര്യമെല്ലാം ഉണ്ട്. പിന്നെ കുഞ്ഞ് ബാൽക്കണിയുണ്ട്. അപ്പോൾ അതേ ബാൽക്കണി. അപ്പോൾ ഈ ബാൽക്കണിയിൽ നിന്ന് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നല്ല നല്ല കംബോഡിയൻ വീഡിയോ ഒക്കെ ആയി നിങ്ങൾ കാത്തിരിക്കുക. അതുവരയ്ക്കും ബൈ.